الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തഖ്വയുള്ള സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം 14-ാം തീയതിയാണ് ഇന്ന്. മുഹറവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് ധാരണകളും കഥകളും സംഭവങ്ങളുമെല്ലാം ഉണ്ട്. മുഹറം എന്നത് മറ്റുള്ള എല്ലാ വിശ്വാസവും എന്ന പോലെ ഒരുപാട് മിത്തുകളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ പതിവ് പോലെ പ്രചാരം ലഭിച്ചിട്ടുള്ളത്. മുഹറമിലാണ് ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി സ്വർഗത്തിൽ പ്രവേശിച്ചത് മുഹറമിലാണ്. ആദം നബി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുഹറത്തിലാണ്. മൂസാ നബി ഫിർഔനിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറത്തിലാണ്. ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചുപോയത് മുഹറത്തിലാണ്. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിൽ അണഞ്ഞത് മുഹറത്തിലാണ്. എന്നിങ്ങനെ തുടങ്ങി യാതൊരടിസ്ഥാനവും പ്രമാണവുമില്ലാത്ത കുറേ വിശ്വാസങ്ങളുടെ കഥകളുടെ പിൻബലത്തിലാണ് മുഹറം പലപ്പോഴും നമ്മുടെ പള്ളി മെമ്പറുകളിലും നമ്മുടെ വഅദ് പരിപാടികളിലൊക്കെ അനുസ്മരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ആ സംഭവങ്ങളില്ല എന്നല്ല, പക്ഷെ അതൊക്കെ മുഹറത്തിലാണെന്നും മുഹറം 10-നാണെന്നും ഒക്കെ ഉള്ള കഥകളുണ്ടല്ലോ. ആ കഥകൾ പിൽക്കാലത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ഈ വക കാര്യങ്ങളെല്ലാം മുഹറത്തിലാണ് നടന്നത് എന്നതിന് ഒരു തെളിവുമില്ല, ഒരു പ്രമാണവുമില്ല. അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട്. എന്താണ് ആ അജണ്ട എന്ന് ഞാൻ ഇനി പറയുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിനപ്പുറത്ത് ഈ കഥകളൊന്നുമില്ല അല്ല, ഈ കഥകൾക്കൊക്കെ പുറമെ പിന്നെയും പല കഥകളും മുഹറവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാകൃതമായ അപരിഷ്കൃതമായ വിശ്വാസങ്ങളെന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഹറം മാസത്തിൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇറങ്ങി വരുമെന്നും പായസമുണ്ടാക്കി മുറ്റത്ത് വെച്ചാൽ അതൊക്കെ കുടിച്ചു പോകുമെന്നും ഒക്കെ തുടങ്ങിയ വളരെ പ്രാകൃതവും അപരിഷ്കൃതവുമായ കേട്ടുകേൾവി പോലുമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ മുഹറവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആശുറ പായസം വെച്ചവരുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കും. എന്നിട്ട് ആശുറ പായസം ഒരു നിശ്ചിത പരിപ്പുകളും
ധാന്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ വിശ്വസിച്ചും ഒക്കെ വന്നിരുന്നു. അങ്ങനെ ആശൂറ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെയുള്ള കുറേ കഥകളിലൂടെയാണ് മുഹറം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത്. അങ്ങനെ മുഹറമിൽ ഇല്ലാത്ത നോമ്പുകളുണ്ട്. താസുവാക്ക് നോമ്പുണ്ട്, ആശൂറാക്ക് നോമ്പുണ്ട്, മുഹറം 9 നോമ്പെടുക്കണം, 10 നോമ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ കഥകളുണ്ടാക്കി. ആ കഥകൾ എന്തെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി മദീന തെരുവിലൂടെ റസൂലുള്ള വഫാത്താകുന്ന ആ വർഷം, ഇയാൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. റബീഉൽ അവ്വലിൽ മരണപ്പെടുന്ന റസൂല് ആ വർഷത്തെ മുഹറം 10 മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. റസൂല് ഹജ്ജ് ചെയ്ത് വന്നതിന് ശേഷം നേരാവണ്ണം ഒരു വിശ്രമിക്കാനൊരവസരം കിട്ടിയിട്ടില്ല. അസുഖബാധിതനാണ്, ആ സമയത്തെ ക്ഷീണിതനാണ്. എന്നിട്ടാണ് അവസാനത്തെ ദിവസം ഈ മുഹറം മാസം ഇങ്ങനെ നടക്കുന്നത് മദീന തെരുവിലൂടെ. അപ്പോൾ ജൂതന്മാർക്കൊക്കെ നോമ്പ്. ഇവരെഴുതി വെച്ച കഥയാണ് കേട്ടോ. ബുഖാരി ഉൾപ്പെടെയുള്ള ഈ ബാലരമ എഴുതി വെച്ച കഥകളാണിതൊക്കെ. ബാലരമ കഥകളാണല്ലോ. അങ്ങനെ റസൂൽ ആളുകളുടെ കൂടെ പോകുമ്പം ജൂതന്മാർക്കൊക്കെ നോമ്പ്. ഇതെങ്ങനെ മനസ്സിലായി നോമ്പാണെന്ന്? കാരണം ഞാൻ നോമ്പുകാരനാണെന്ന് ജൂതന്മാരൊന്നും നെറ്റിയിൽ എഴുതി വെച്ചിട്ടല്ലല്ലോ നടക്കുന്നത്. അപ്പം നബി ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ നോമ്പ്? അത് മൂസാ നബി രക്ഷപ്പെട്ട ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നഹ്നു അഹക്കു ബി മൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസയോട് ബന്ധപ്പെട്ടത് ഞങ്ങളല്ലേ, അതുകൊണ്ട് ഞങ്ങളാണ് നോമ്പെടുക്കുന്നത്. അപ്പം നബി എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു. വെള്ളമൊന്നും കുടിക്കാതെയാണ് വന്നത്, സമയം ഉച്ചയാണ്. അപ്പം എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് നോമ്പെടുത്തു. കൂടുള്ളവരോടൊക്കെ നോമ്പെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യഹൂദന്മാരോട് നമുക്ക് ഒരിക്കലും അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല, അതുകൊണ്ട് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് 9 ഒരു ചെക്കും കൂടി എഴുതി കൊടുത്തിട്ട് റസൂൽ അടുത്ത മാസം വഫാത്തായിപ്പോയി. എന്തൊരു കഥയാണ് എഴുതി വെക്കുന്നത് നോക്കൂ നിങ്ങൾ. നമ്മുടെ കപീഷിൻ്റെ കഥയൊക്കെ അതിൻ്റെ പുറകിൽ പോകണം. 10 കൊല്ലം മദീനയിൽ ജീവിച്ച റസൂലിന് അന്നേ വരെ മനസ്സിലായിട്ടില്ലാത്തൊരു സംഗതി വഫാത്താകുന്ന ആ വർഷമാണ് മനസ്സിലായത്. എന്നിട്ട് ഒരു നോമ്പ് എവിടുന്ന് ചുട്ടെടുക്കുന്നു? അത് തെരുവിൽ നിന്ന് ചുട്ടെടുക്കുന്നു. തെരുവിൽ നിന്ന് ചുട്ടെടുത്ത നോമ്പ് അങ്ങനെ ഉണ്ടല്ലോ. ആകാശത്തു നിന്ന് ചുട്ടെടുത്ത നിസ്കാരം, തെരുവിൽ നിന്ന് ചുട്ടെടുത്ത നോമ്പ്, സ്വപ്നത്തിൽ നിന്ന് ചുട്ടെടുത്ത ബാങ്ക്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം ചുട്ടെടുക്കൽ പരിപാടിയാണ്. ബാങ്ക് എങ്ങനെ ഉണ്ടായി? ഒരാൾ പറഞ്ഞു, നബിയെ ഞാൻ അല്ലാഹു അക്ബർ എന്ന് സ്വപ്നം കണ്ടു, എങ്കിൽ അത് എടുക്കാം. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്വപ്നം കണ്ടു, അതും എടുക്കാം. ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ചുട്ടെടുത്തതാണ് ബാങ്ക്. ബുഖാരി കഥയാണ്. എന്തിനാ ഇതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനമില്ല. കുറേ മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളും ആലോചനകളും കുറേ മനുഷ്യന്മാരുടെ ഈ കോപ്രായങ്ങളുമാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള പൂമ്പാറ്റ കഥകളാണ് ഇതൊക്കെ. അതിൽ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം നോമ്പ് എന്ന് പറയുന്നത്. റസൂല് ഒരു ദിവസം ഉച്ചക്ക് മദീന തെരുവിലൂടെ നടന്നിട്ട് യഹൂദന്മാരുടെ ചരിത്രം, ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം, ഈ ഹദീസ് പഠിച്ചതിന് ശേഷം, ഹദീസുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായതിന് ശേഷം ഞാൻ യഹൂദരുടെ ആചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഏതെങ്കിലും കാലത്ത് യഹൂദർ മുഹറം 10 നോമ്പെടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ പഠിച്ചത്. ചരിത്രത്തിൽ ഇന്നേ വരെ യഹൂദർ മുഹറം 10 നോമ്പെടുത്തിട്ടില്ല. ഈ ബുഖാരി എന്തും പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന സമൂഹത്തെ അവിടെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചിന്തിക്കൂല. യഹൂദർ ഇന്നേ വരെ മുഹറം 10 നോമ്പെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചരിത്ര സാക്ഷ്യം ഈ ബുഖാരിയുടെ ആരാധകർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇന്നവരെടുത്തിട്ടില്ല. പച്ച കള്ളം പറയുകയാണ്. ബുഖാരി കള്ളം പറഞ്ഞാൽ സഹീഹ്, നമ്മൾ സത്യം പറഞ്ഞാൽ കള്ളം. ഇതാണ് സംഭവം. ബുഖാരിക്ക് എന്ത് കള്ളവും പറയാം, അതൊക്കെ സഹീഹാണ്. ജീവിതത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ 3500 വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ യഹൂദരിലെ ഒരു വിഭാഗവും, ഏതെങ്കിലും ഒരു വിഭാഗം എന്ന് പറയണ്ട, യഹൂദരിലെ ഒരു വിഭാഗവും മുഹറം 9 10 ഇന്നേ വരെ നോമ്പെടുത്തിട്ടില്ല. ഇത് ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ ബുഖാരി എഴുതി വെച്ച കള്ളം വിശ്വസിക്കുന്നതിന് മുമ്പൊന്ന് ചരിത്രം പഠിക്കണം. അങ്ങനൊരു നോമ്പില്ല, ഇസ്ലാമിലില്ല.
മുഹമ്മദ് നബി അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുമില്ല. അടുത്ത വർഷം ഞാൻ ജീവിക്കുമായിരുന്നുവെങ്കിൽ 9 എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് യഹൂദന്മാരോട് എതിരാകാൻ വേണ്ടി, യഹൂദന്മാരോട് എതിരാവുക എന്നുള്ളത് ഒരു മതത്തിൻ്റെ തത്വം എന്താണ്? എങ്ങനെയാണ് അങ്ങനെ ആയിത്തീരുക? ഒരു സമൂഹത്തോട് എതിരാവലാണ് നമ്മുടെ അടിസ്ഥാനം. സത്യമല്ല, നീതിയല്ല, ധർമ്മമല്ല, സ്നേഹമല്ല, കാരുണ്യമല്ല, പിന്നെന്താണ്? യഹൂദനോട് എതിരാകണം. യഹൂദർ ചെയ്യുന്നതിനെ നേരെ എതിര് ചെയ്യണം. ഇങ്ങനെ ഒരു മതത്തിൽ അടിസ്ഥാനം ഉണ്ടാകാൻ പാടുണ്ടോ? വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ മതമാണ് ഇസ്ലാം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി രാജാക്കന്മാരും രാജാക്കന്മാരുടെ ശിങ്കിളികളായ റാൻമൂളികളായ പണ്ഡിത കേസരികളും എഴുതി വെച്ച കിതാബുകളും പ്രമാണങ്ങളുമാണ് അങ്ങനെ ഉണ്ടാക്കി തീർത്തത്. ഇസ്ലാം വിദ്വേഷത്തിൻ്റെ മതമല്ല, ഉൾക്കൊള്ളലിൻ്റെ രീതിശാസ്ത്രത്തിൻ്റെ പേരാണ് ഇസ്ലാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മുഹറം എന്ന് പറയുന്നത് ഈ കഥകളുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. മുഹറവുമായി മൂസാ നബിയെ ബന്ധപ്പെടുത്തുന്ന, നൂഹ് നബിയെ ബന്ധപ്പെടുത്തുന്ന, ആദം നബിയെ ബന്ധപ്പെടുത്തുന്ന ഒരു കഥയും ഇല്ല. എന്താണ് മുഹറമിൻ്റെ പ്രത്യേകത? മുഹറമിൻ്റെ പ്രത്യേകത മുഹമ്മദ് നബിക്ക് ശേഷമുണ്ടായതാണ്. ആ പ്രത്യേകത അത് മൂടിവെക്കാനാണ് ഈ കഥകളൊക്കെയും അമവി തമ്പുരാക്കന്മാരും അബ്ബാസി കുബേരന്മാരും ഉണ്ടാക്കിയത്. എന്താണ് ആ സംഭവം എന്നറിയണ്ടേ? അത് മറ്റൊന്നുമല്ല, അക്രമിയായ യസീദ് എന്ന് പറയുന്ന ക്രൂരനായ തെമ്മാടിയായ ഭരണാധികാരിക്കെതിരെ തൻ്റെ കൂടെയുള്ള നാമമാത്രമായ ആളുകളെയും കൂട്ടി ഒന്നുകിൽ വിജയമല്ലെങ്കിൽ മരണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇമാം ഹുസൈൻ പുറപ്പെട്ട് പടപൊരുതി രക്തസാക്ഷിയായി ലോകത്ത് വീരേതിഹാസം രചിച്ച ആ മഹാസംഭവത്തിൻ്റെ, കർബല എന്ന മഹാസംഭവത്തിൻ്റെ ഓർമ്മയാണ് മുഹറം. ഒരേ ഒരു ഓർമ്മ മുഹറമിന്, അത് മതി, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളീ പറയുന്ന കെട്ടുകഥകളൊന്നുമല്ല, അത് സംഭവിച്ചതാണ്. അത് നിങ്ങൾ പറയില്ല, അതിക്കൂട്ടർ പറയില്ല. കാരണം യസീദ് എന്ന് പറയുന്ന തെമ്മാടിക്ക് വേണ്ടി തർലിയത്ത് മിമ്പറിൽ വെച്ച് ചെല്ലാൻ മടിയില്ലാത്ത പണ്ഡിത കൂട്ടങ്ങൾക്ക് കർബല പേടിയാണ്. കർബല അവരെ പൊള്ളിക്കും. കർബല മിണ്ടാൻ അവർക്ക് ഭയമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് കർബല പറയാത്ത പ്രസംഗമുണ്ടായിരുന്നില്ല. കണ്ണീരണിഞ്ഞ കർബല പറയാത്ത വേദികളുണ്ടായിരുന്നില്ല. പള്ളികൾ തോറും കർബലയുണ്ടായിരുന്നു. ഈ വഹാബി പ്രസ്ഥാനം കയറി വന്നതിന് ശേഷം അവരാദ്യം ചെയ്ത പണികളിലൊന്ന് യസീദ് എന്ന് പറയുന്ന തെമ്മാടിയായ ഭരണാധികാരിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും നിർത്തലാക്കുക എന്നുള്ളതായിരുന്നു. കർബല പാട്ടുകളൊക്കെയും നിർത്തലാക്കി, കർബല കഥാപ്രസംഗങ്ങൾ നിർത്തലാക്കി. അതൊന്നും പാടില്ലെന്ന് വന്നു. ഇപ്പം കർബല പറയുന്നവരൊക്കെയും ഷിയയാണ്. എങ്കിലറിയണം, ഇമാം ഹുസൈനെയും പ്രവാചകൻ്റെ കുടുംബത്തെയും കർബലയെയും ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇമാം ഹുസൈൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ഓരോ മുസ്ലിമിൻ്റെയും നിശ്വാസത്തിലൂടെ ജീവിക്കുന്നുണ്ട്. ഇമാം ഹുസൈൻ എന്ന് കാണിച്ചു തന്നത് ഇത് ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. ചെഗുവേരയുടെ ചരിത്രം അതാണ്. നമ്മുടെ നാടുകളിൽ നടന്നിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഇമാം ഹുസൈൻ്റെ ചരിത്രമാണ്. ഗാന്ധിജിയുടെ ചരിത്രം ഇമാം ഹുസൈൻ്റെ ചരിത്രമാണ്. നെൽസൺ മണ്ടേലയുടെ ചരിത്രം ഇമാം ഹുസൈൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ചരിത്രം അത് ഇമാം ഹുസൈൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. ഇമാം ഹുസൈൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല. അത് ഗോലിയത്തിൻ്റെ ചരിത്രം മുതൽ തുടങ്ങും, അത് അർജുനൻ്റെ ചരിത്രം മുതൽ തുടങ്ങും. ഇങ്ങനെ ലോകത്തിൻ്റെ ഏതേതൊക്കെ ഭാഗങ്ങളിൽ ധർമ്മത്തിന് വേണ്ടി മനുഷ്യർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ, ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ, ഭാവിയിൽ എഴുന്നേറ്റ് നിൽക്കുമോ, അതൊക്കെയും ഇമാം ഹുസൈൻ്റെ ചരിത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിറക്കും. ഇത് കേൾക്കുമ്പോൾ അധർമ്മത്തിൻ്റെ ശക്തികൾക്ക് വിറക്കും. അധർമ്മത്തിൻ്റെ ശക്തികൾ ഇതെത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും മൂടിവെക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഒന്നല്ല 1000 നോമ്പ് കൊണ്ടുവന്ന് ഇതിൻ്റെ മേലെ മൂടിയാലും ആ നോമ്പ് കൊണ്ടൊന്നും മൂടാൻ പറ്റില്ല. ഇമാം ഹുസൈൻ എഴുന്നേറ്റ് നിൽക്കും. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ധർമ്മമാർഗത്തിൽ രക്തസാക്ഷികളായവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അത് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് അവരോട് പോയി തേടാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഓരോ വിപ്ലവബോധമുള്ള മനുഷ്യനിലൂടെയും ജീവിക്കും. അത് ഇമാം ഹുസൈൻ മാത്രമല്ല, ചെഗുവേര ജീവിക്കും,
ഗാന്ധിജി ജീവിക്കും, മണ്ടേല ജീവിക്കും, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ജീവിക്കും. ഇങ്ങനെ ഓരോ രക്തസാക്ഷിയും ജീവിക്കും വിപ്ലവബോധമുള്ള, നീതിബോധമുള്ള മനുഷ്യരിലൂടെ. ഇമാം ഹുസൈനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഇമാം ഹുസൈൻ ഇന്നും മരണപ്പെട്ട് രക്തസാക്ഷിയായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോക ജനതയിൽ നീതിബോധമുള്ള മനുഷ്യരെ മുഴുവനും ഉത്തേജിപ്പിച്ച് നിർത്തുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് ഇമാം ഹുസൈൻ എന്ന നാമമാണ്. യാ ഹുസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശിർക്ക് പരിപാടിയൊക്കെ അവിടെ മാറ്റിവെക്ക്. യാ ഹുസൈൻ എന്ന് പറയുമ്പോൾ തളർവാദം പിടിപെട്ട് കിടക്കുന്ന വൃദ്ധനായ മനുഷ്യൻ പോലും രക്തത്തിളപ്പോടെ എഴുന്നേറ്റ് നിൽക്കും ആ വിപ്ലവ വീര്യത്തിൻ്റെ, പോരാട്ട വീര്യത്തിൻ്റെ തേജസ്സിനാൽ. ഈ കർബലയെ മറക്കാനും മറപ്പിക്കാനും യസീദിയൻ പിന്മുറക്കാരെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല, അത് നടക്കില്ല. ഇത് യസീദിൻ്റെ മാത്രം പ്രശ്നമല്ല. യസീദിൻ്റെ അച്ഛൻ മുആവിയ, അവൻ്റെ അച്ഛൻ അബൂ സുഫിയാൻ, അവിടം മുതൽ തുടങ്ങുന്നുണ്ട് ചരിത്രം. അബൂ സുഫിയാൻ എന്ന് പറയുന്ന വക്രബുദ്ധിയുടെ പര്യായമായിട്ടുള്ള അബൂ സുഫിയാൻ, അയാളുടെ മകനായ മുആവിയ ഇസ്ലാമിക ഖിലാഫത്തിനെ അട്ടിമറിച്ച് ഖലീഫമാരെ മുഴുവനും കൊന്നൊടുക്കാൻ അച്ചാരം വാങ്ങി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട മുആവിയ തൻ്റെ തെമ്മാടിയായ മദ്യപിച്ച് ലക്കുകെട്ട് അങ്ങാടിയിൽ കിടക്കുന്ന മകനെ തൻ്റെ പിൻഗാമിയായി വക്രവഴികളിലൂടെ സ്ഥാപിച്ച് ചത്തുപോയ മുആവിയ, ആ മുആവിയ മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് ആ ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ മൊത്തം കൊടുത്ത, പ്രവാചകൻ മടിയിലിരുത്ത് വളർത്തിയ, ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്ന പേരക്കുട്ടിയെ എടുക്കാൻ വേണ്ടി മെമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോയി എടുത്തുകൊണ്ട് വന്ന് തൻ്റെ ഒക്കത്തിരുത്തി ഖുത്ബ ബാക്കി നിർവഹിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ഒക്കത്തിരുന്ന കുട്ടിയുടെ പേരാണ് ഹുസൈൻ. പ്രവാചകൻ പേര് വിളിച്ച, പ്രവാചകനിൽ നിന്ന് തർബിയത്ത് സിദ്ധിച്ച ആ കുട്ടി വളർന്ന് വലുതായി യുവാവായപ്പോൾ അക്രമിയായ ഭരണാധികാരിയോട് രാജിയാകാൻ സന്നദ്ധനാകാതെ എല്ലാം തരാം, എന്താണ് ആവശ്യമെല്ലാം തരാം, നിങ്ങളവിടെ ഇരുന്നാൽ മതി, മിണ്ടാതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രക്തത്തിലൂടെ ഒഴുകുന്നത് പ്രവാചകൻ്റെ രക്തമാണ്, എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് പ്രവാചകൻ്റെ രക്തമാണ്, അധർമ്മത്തോട് രാജിയാകാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് തൻ്റെ കൂടെയുള്ള 72 ആളുകളെയും കൂട്ടി സന്ധിയില്ലാതെ സമരം ചെയ്യാൻ പോയാണ് ആളുടെ പേരാണ് ഹുസൈൻ. ആ പ്രവാചകൻ്റെ പൗത്രൻ്റെ തല വെട്ടിയെടുത്ത് ആ തലയുമായി ഘോഷയാത്ര നടത്തി ബഗ്ദാദിൽ നിന്ന് സിറിയയിലേക്ക് പൊൻതാലത്തിൽ വെച്ച് യസീദ് എന്ന് പറയുന്ന രാക്ഷസന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു പ്രവാചകന്റെ മുത്തം ചാർത്തിയ ഈ തല. ഈ ചരിത്രം എവിടെ വിസ്മരിക്കാൻ? ഇത് വിസ്മരിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ ഒരു പണ്ഡിത സഭയുണ്ട്. അതിൻ്റെ ഉയർന്ന നേതാക്കളിൽ ഒരാൾ മലപ്പുറം പള്ളിയിൽ വെച്ച് പറഞ്ഞു, യസീദിന് വേണ്ടിയും ഞങ്ങൾ തർലിയത്ത് ചൊല്ലും എന്ന്. ആർക്ക് വേണ്ടിയാണ് ഇനി നിങ്ങൾക്ക് തർലിയത്ത് ചൊല്ലാൻ ബാക്കി? ഇനി ആർക്കാണ് നിങ്ങൾക്ക് ചൊല്ലിക്കൊടാത്തത്? അബൂജഹലിന് ചൊല്ലൂ. അബൂജഹൽ യസീദിൻ്റെ താഴെയേ വരുള്ളൂ. ഉത്തുബത്തിനും ഷൈബത്തിനും വേണ്ടി നിങ്ങൾക്ക് തർലിയത്ത് ചൊല്ലാം, അതതിൻ്റെ താഴെയേ വരുള്ളൂ. ഇത്തരത്തിൽ മുഹമ്മദ് നബിയുടെ ശത്രുക്കളെയും മുഹമ്മദ് നബിയുടെ എതിരാളികളെയും മഹത്വപ്പെടുത്തി അവരെ വാഴ്ത്തി അവരെ പുണ്യാളന്മാരാക്കി നടക്കുന്ന വൃത്തികെട്ട ചരിത്രത്തിൻ്റെ ഉടമകളായിരിക്കെ നിങ്ങൾ ചരിത്രത്തെ വിസ്മരിപ്പിക്കാനും ചരിത്രത്തെ മറച്ചുവെക്കാനും ശ്രമിച്ചാൽ അത് നടക്കില്ല. കർബലയിലൂടെയാണ് മുഹറം സ്മരിക്കപ്പെടേണ്ടത്. കർബലയിലൂടെയാണ്, അല്ലാതെ നൂഹ് നബിയുടെ കപ്പലും ജൂതി പർവ്വതവും ഫറോവയും ചെങ്കടലും മൂസാ നബിയും ഒന്നുമല്ല. അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നത്, അതൊക്കെ മുഹറത്തിലേക്ക് ചാർത്തി വെച്ചത് എന്തിനാണെന്നറിയോ? ഈ കഥകളൊക്കെയും അടുക്കി വെച്ചിട്ട് കർബലയെ മെല്ലെ മാറ്റിവെക്കാനാണ്. സാധ്യമല്ല. നെരിപ്പോടുപോലെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഇത് അഗ്നിയായി ആളിപ്പടരും. ഓരോ മനുഷ്യൻ്റെ സിരകളിലും തീ പടർത്തും. അനീതിയോട് എതിരിട്ടുകൊണ്ട് ഈ മതഭീകരതയ്ക്കെതിരെ മുന്നോട്ട് വരും ഓരോ മനുഷ്യനും. ഇമാം ഹുസൈൻ സ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഇമാം ഹുസൈൻ കർബലയിൽ നടത്തിയൊരു സംഭവമുണ്ട്.
ഇന്ത്യയിൽ നിന്നത് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമുണ്ട്. കർബലക്കടുത്താണ് ബഗ്ദാദ്. ബഗ്ദാദിൻ്റെ പേര് ബാഗേ ദാദു എന്നാണ്. അതാണ് ബഗ്ദാദായത്. ബാഗേ ദാദു, ദാദുവിൻ്റെ തോട്ടം. ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ദാദുവിൻ്റെ തോട്ടം. ഈ ദാദു ആരാണെന്നറിയാമോ? പണ്ട് അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആളുകളെയും കൊണ്ടുപോയി. കൃഷി അറിയാവുന്ന നേതൃശേഷിയുള്ള കുറച്ചാളുകൾ. അങ്ങനെ പോയ ഒരു കുടുംബം താമസിച്ച് അവരവിടെ കെട്ടിപ്പടുത്ത, അവരവിടെ വളർത്തിയെടുത്ത, ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലം. ആ സ്ഥലത്തിന് ആ കുടുംബനാഥൻ്റെ പേര് വന്നു. അങ്ങനെയാണ് ബാഗേ ദാദു ആയത്, ബാഗ്ദാദായി തീർന്നത്. അവിടെ ഇമാം അലി അലൈഹിസ്സലാത്തു വസ്സലാം അമീറുൽ മുഅ്മിനീൻ മദീനയിൽ നിന്ന് കൂഫയിലേക്ക് തലസ്ഥാനം മാറ്റി. അവിടെ എത്തിയപ്പോൾ ഈ കുടുംബവുമായി അലി ഇബ്നു അബി താലിബ് നല്ല ബന്ധം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പോലും അവരുണ്ടായിരുന്നു. വളരെ അടുത്ത ബന്ധമായിരുന്നു അവർക്ക്. ഇമാം ഹുസൈൻ കർബലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഈ കുടുംബം അറിഞ്ഞു. കർബലയിലെത്തിയപ്പോൾ അവർ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇമാം ഹുസൈനോട് പറഞ്ഞു, അങ്ങയോടൊപ്പം ഈ യുദ്ധത്തിൽ ഞങ്ങളും പങ്കുചേരാം. ഇമാം ഹുസൈൻ പറഞ്ഞു, അത് വേണ്ട, അത് പറ്റില്ല. അപ്പോൾ ഇവർ ചോദിച്ചു, ഞങ്ങളുടെ രക്തം മുസ്ലിം രക്തമല്ലാത്തത് കൊണ്ടാണോ? ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ബ്രാഹ്മണരാണ്, അതുകൊണ്ടാണോ? അപ്പോൾ പറഞ്ഞു, അല്ല, അതുകൊണ്ടല്ല. ഈ യുദ്ധത്തിൽ ഞാൻ മരണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ശേഷം എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അതിന് നിങ്ങളിവിടെ ജീവിക്കണം. അങ്ങനെ ഇമാം ഹുസൈൻ്റെ ഷഹാദത്തിന് ശേഷം ഇമാം ഹുസൈൻ്റെ കൂടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഈ കിങ്കരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഈ ബ്രാഹ്മണ കുടുംബമാണ്. അവരിന്നും അറിയപ്പെടുന്നത് ഹുസൈനി ബ്രാഹ്മിൺസ് എന്നാണ്. ഹുസൈനി ബ്രാഹ്മിൺസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഹുസൈനി ബ്രാഹ്മിൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇമാം ഹുസൈൻ സ്നേഹത്തിൻ്റെ പര്യായമാണ്, നീതിയുടെ മറ്റൊരു പേരാണ്, ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെറുക്കാനും മാറ്റിവെക്കാനും വിദ്വേഷിക്കാനും കൊല്ലാനും തല്ലാനും ഇല്ലായ്മ ചെയ്യാനും മാത്രം പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് നിങ്ങളുടെ വഹാബി പ്രത്യയശാസ്ത്രം. 10,000-കണക്കിന് ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ മുഴുവനും ഒന്നൊന്നായി കൊന്നിട്ടല്ലേ തായിഫ് വഴി നിങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നത്? അല്ലേ? നിങ്ങളുടെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ചരിത്രം മറന്നിട്ടില്ലല്ലോ. ആ വഹാബിൻ്റെ പിന്മുറക്കാരല്ലേ നിങ്ങൾ? എന്നിട്ട് കർബലയെ വിസ്മരിക്കണമെന്ന് പറയുന്നു. കർബല പറയുന്നവർ ഷിയാക്കളാണെന്ന് പറയുന്നു. എങ്കിൽ ഇമാം ഷാഫിയുടെ 2 വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, ഇമാം ഷാഫി പാടുന്നുണ്ട്. റഫലത്ത് എന്ന് പറഞ്ഞാൽ ഷിയായിസം എന്ന് പറയുന്നത് ലൗകാന ഹുബ്ബു ആലി മുഹമ്മദി, ലൗകാന റഫലത്തു ഹുബ്ബു ആലി മുഹമ്മദി. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക, മുഹമ്മദ് നബിയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഷിയായിസമെങ്കിൽ ഫൽ യഷ്ഹദി ثقلاني അന്നി റാഫിളി, എങ്കിൽ ഈ ഭൂലോകം സാക്ഷ്യം വഹിക്കട്ടെ, ഞാൻ ഷിയയാണ്. ഇമാം ഷാഫി പാടിയതാണ്, ലൗകാന റഫലത്തു ഹുബ്ബു ആലി മുഹമ്മദി ഫൽ യഷ്ഹദി ثقلاني അന്നി റാഫിളി. മുഹമ്മദ് നബിയുടെ കുടുംബത്തെ സ്നേഹിക്കലാണ് ഷിയായിസം എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഭൂലോകം സാക്ഷ്യം വഹിക്കട്ടെ, ഞാൻ ഷിയയാണ് എന്ന് പാടിയ ഷാഫിയുടെ പിന്മുറക്കാരനാണ് ഞാൻ. ഞാൻ പറയുന്നു, ഇമാം ഹുസൈനെയും കർബലയെയും അനുസ്മരിക്കുന്നതാണ് ഷിയിസമെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട്, ഇത് പറയിപ്പിക്കാതെ നിങ്ങൾ ഷിയിസം മുദ്ര ചാർത്തിയിട്ട് ഇതൊന്നും പറയാതെ മാറിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കർബല പറയും, നാവിന് സംസാരശേഷിയുള്ള കാലത്തോളം പറയും, എൻ്റെ തൂലിക ചലിപ്പിക്കാൻ കൈകൾക്ക് കഴിയുന്ന കാലത്തോളം ഞാൻ കർബലയെക്കുറിച്ച് എഴുതും. ഓരോ മനുഷ്യനും കർബലയെക്കുറിച്ച് ബോധവാനാകുന്ന കാലത്തോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കർബലയാണ് മുഹറം,
മുഹറമിനൊരു ചരിത്രമുണ്ടെങ്കിൽ, മുഹറമിന് വല്ലതും ഓർക്കാനുണ്ടെങ്കിൽ അത് കർബലയാണ്. കെട്ടുകഥകളിലൂടെയുള്ള നോമ്പല്ല. കെട്ടുകഥകൾ എത്രമേൽ അട്ടിക്ക് വെച്ചാലും അതിൻ്റെ അടിയിൽ നിന്ന് ഈ ചരിത്രം മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നി അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബിഅംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. കർബലയെ അനുസ്മരിക്കുമ്പോൾ ഞാൻ ഗാന്ധിജിയെ ഓർക്കുകയാണ്. മഹാത്മാവ് ദണ്ഡി യാത്ര നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം 72 ആളുകളെ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിച്ചു, സ്ഥിരമായി അവസാനം വരെ. എത്രയോ ആളുകൾ കൂടാൻ അദ്ദേഹത്തോടൊപ്പം തയ്യാറാണ്, പലരും തയ്യാറാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 72 പേര് മതി. പലയാവർത്തി മഹാത്മാവിനോട് ചോദിച്ചു, എന്താണ് അങ്ങ് 72 എന്ന ഒരു നമ്പറിൽ ശാഠ്യം പഠിക്കുന്നത്? ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, കർബലയിൽ ഇമാം ഹുസൈൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 72 പേരാണ്. ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം നാം കാണുകയായിരുന്നു അവിടെ. ഇങ്ങനെയാണ് നീതിയുടെ തേരോട്ടം. അത് കുരുക്ഷേത്രത്തിൽ നിന്ന് ബദറിലൂടെ കർബലയിലൂടെ ദണ്ഡിയാത്രയിൽ എത്തി നിൽക്കുന്നത്, അത് അവിടെ നിന്നും തുടരുന്നത് എന്ന് നാം അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്യുകയായിരുന്നു. ഇമാം ഹുസൈൻ യഥാർത്ഥത്തിൽ കർബലയിൽ ഷഹീദായത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പല സ്ഥലങ്ങളിലായിട്ടാണ് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തല ഈജിപ്തിലാണ്, ഉടൽ കർബലയിലാണ്, ഇങ്ങനെ പല സ്ഥലത്തായിട്ടാണ്. ബഗ്ദാദിൽ നിന്ന് സിറിയയിലേക്ക് കൊണ്ടുപോയി. സിറിയയിൽ തല വന്നപ്പോൾ ആ തലയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലും സിറിയയിൽ നിന്ന് കടത്താൻ വേണ്ടി അങ്ങനെ അവസാനം നിങ്ങൾക്കറിയാം, അൽഅസർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിലുള്ള ഇമാം ഹുസൈൻ മസ്ജിദിലാണ് ഇമാം ഹുസൈൻ്റെ തല അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഈ ചരിത്രത്തെ മറ്റൊരു രീതിയിൽ ആഖ്യാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇമാം ഹുസൈൻ്റെ ഈ അനുസ്മരണം ആളുകൾ എല്ലാ വർഷവും തുടരുകയും അതൊത്തുകൂടുകയും ഈ അപദാനങ്ങൾ വാഴ്ത്തുകയും ഇത് പറയുകയും ചെയ്യുമ്പോൾ ആരാണോ ഇമാം ഹുസൈനെ കൊന്നത്, ആരാണോ അതിന് നേതൃത്വം നൽകിയത്, അവർ ലോകത്ത് വില്ലന്മാരായി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. അതുണ്ടാകരുത്. അതുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്തു? അതുണ്ടാകാതിരിക്കാൻ മുഹറമിന് വേറെ കുറേ വർണ്ണങ്ങൾ ചേർത്ത്. മൂസാ നബി, ഫിർഔൻ, ഹൂദ് നബി, സാലിഹ്, നൂഹ് നബി, കപ്പൽ, വെള്ളപ്പൊക്കം, കുറേ വർണ്ണങ്ങൾ ചാർത്തി. എന്നിട്ട് 2 നോമ്പും വെച്ചു കൊടുത്തു. അങ്ങനെയാണല്ലോ. അതിലങ്ങ് തൊട്ട് പിന്നെ അതിലിങ്ങനെ കറങ്ങി മറ്റേതങ്ങ് വിസ്മരിക്കുമെന്നവർ കരുതി അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ കിതാബുകളിലൊക്കെ പോരിശ, ആശൂറ നോമ്പ് നോറ്റാൽ പിന്നെ വേറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോരിശ എഴുതാൻ വേണ്ടി വേറെ ആൾക്കാരുണ്ടല്ലോ. ഇതാണ് സംഭവിച്ചത്. കർബലയെ വിസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകങ്ങളൊക്കെ ഉണ്ടാക്കിയത്.
ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മുഹറമിൽ ചെയ്യാനുള്ളത് ലോകത്തോട്, സമൂഹത്തോട്, മക്കളോട്, കുടുംബത്തോട് ഇമാം ഹുസൈനെ കുറിച്ച് പറയുക, വീണ്ടും വീണ്ടും പറയുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുആവിയ എന്ന പേരില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും കാണുന്നില്ല, മുആവിയ എന്ന പേരില്ല. ഒരു വീട്ടിലൊരു ഹുസൈൻ ഉണ്ടാകും, ഒരു കുടുംബത്തിലുണ്ടാകും ഒരു ഹുസൈൻ. മുആവിയ എന്ന പേരില്ല. അഭിശപ്തനായ ശപിക്കപ്പെട്ട യസീദിൻ്റെ പേരില്ല, ഇമാം ഹുസൈൻ്റെ പേരുണ്ട്. ചരിത്രം അങ്ങനെയാണ്. ഇമാം ഹുസൈൻ ആയിരങ്ങളിലൂടെ ജീവിക്കുമ്പോൾ ഇവർ ചരിത്രത്തിൻ്റെ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്ക് എറിയപ്പെടുന്നു. നമുക്ക് ചെയ്യാനുള്ളത് ഇല്ലാത്ത നോമ്പെടുക്കലല്ല, മറിച്ച് നിരന്തരമായി ഇമാം ഹുസൈനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേതെങ്കിലും ഒരു വിഭാഗത്തിന് വിട്ടുകൊടുക്കരുത്, അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെതുമല്ല. ഇത് ലോകത്തിൻ്റെ പൊതുസ്വത്താണ്. നീതിബോധമുള്ള, ധർമ്മബോധമുള്ള ഓരോ മനുഷ്യൻ്റെയും പൊതുസ്വത്താണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്.